ജഗൻമോഹൻ റെഡ്ഡിയുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടിയെന്നാണോ അറിയാനാകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ഡാൽമിയ സിമന്റ്സ് ഭാരത് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇഡിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. 2011 CBI രജിസ്റ്റർ ചെയ്ത കേസിൽ 14 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ 27.5 കോടി രൂപയുടെ ഓഹരികളും ഈ DC ബെല്ലിയന്റെ, അതായത് ഡാൽമിയ സിമന്റ്സ് ഭാരത് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള 377.2 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയുമായി ആണ് കണ്ടുകെട്ടിയത്. ഇതിന്റെ ഏകദേശ മൂല്യം 800 കോടി രൂപയോ വരുമെന്നാണ് ഇഡി അറിയിച്ചിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ രഘുറാം സിമന്റ്സ് ലിമിറ്റഡിൽ DCBL 95 കോടി രൂപ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ്. ഇതിന് പകരമായി കടപ്പ ജില്ലയിലെ 407 ഹെക്ടറിൽ ഖനനം നടത്താൻ ഡാൽമിയ സിമന്റ്സിന് ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ, അന്ന് ആന്ധ്രയിലെ സർക്കാർ ജഗൻമോഹൻ റെഡ്ഡി സർക്കാർ ആയിരുന്നു, അദ്ദേഹം സഹായം നൽകിയെന്നായിരുന്നു ഉയർന്ന ആരോപണം. ആന്ധ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച അനർഹമായ ആനുകൂല്യങ്ങൾക്ക് ഈ കമ്പനി 55 കോടി രൂപ പാരിതോഷികമായി ഹവാല ഇടപാടിലൂടെ ജഗന് നൽകുകയും ജഗൻ അത് കൈപ്പറ്റുകയും ചെയ്തു എന്നായിരുന്നു 2013 CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങിയിരിക്കുന്നത്. ജഗന്റെ 800 കോടിയോളം വരുന്ന സ്വത്താണ് ഈ കേസിൽ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇത് മുഴുവൻ സ്വത്തൊന്നുമല്ല, ജഗൻമോഹൻ റെഡ്ഡി ഒരുപാട് സ്വത്തുള്ള ആളാണ്. ശരി, ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു. 27.5 കോടി രൂപയുടെ ഷെയറുകളും 377 കോടി രൂപ മൂല്യം വരുന്ന ഭൂമിയുമാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്.